മലയാറ്റൂരിൽ 2 ദിവസം മുമ്പ് കാണാതായ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിനിയെ ആളൊഴിഞ്ഞ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം തുരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെയും ഷിനിയുടെയും മകൾ ചിത്രപ്രിയയാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ശനിയാഴ്ച മുതൽ കാണാതായ ചിത്രപ്രിയയെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയുള്ള വിജനമായ പറമ്പിൽ ജീർണിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് ഏകദേശം 2 ദിവസത്തെ പഴക്കമുണ്ട് എന്നാണ് പ്രാഥമികമായ നിഗമനം. അമ്മ ഷിനി ജോലി ചെയ്യുന്ന കാറ്ററിംഗ് സ്ഥാപനത്തിലെ സഹപ്രവർത്തകർ നടത്തിയ തെരച്ചിലിലാണ് ഉച്ചയ്ക്ക് മൃതദേഹം കണ്ടെത്തിയത്. ദേഹത്ത് പരിക്കുണ്ട്. മലയാറ്റൂർ മണപ്പാട് ചിറയ്ക്കടുത്ത് സെബിയൂർ റോഡിനടുത്തെ ഒഴിഞ്ഞ റബ്ബർ തോട്ടത്തിലാണ് മൃതദേഹം കണ്ടത്. മൃതദേഹം കണ്ടെത്തിയ റബ്ബർ തോട്ടം അടുത്തിടെ സ്ലോട്ടർ ടാപ്പിംഗ് നടത്തിയതാണ്. ജീൻസും ടോപ്പുമാണ് പെൺകുട്ടിയുടെ വേഷം. കൈകാലുകൾക്ക് പരിക്കുണ്ട്. കുട്ടിയുടെ തലയിലും ആഴത്തിൽ മുറിവുണ്ട്. ഇത് കല്ലോ മറ്റ് ആയുധങ്ങളോ കൊണ്ടുണ്ടായ മുറിവാണെന്നാണ് പോലീസ് നിഗമനം. പോലീസിന്റെ സംശയം ബലപ്പെടുത്തുന്നത് ചിത്രപ്രിയയുടെ തലയ്ക്ക് പിന്നിലേറ്റ ആഴത്തിലുള്ള മുറിവാണ്. മരണകാരണം കൃത്യമായി അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. ശനിയാഴ്ച രാത്രി ചിത്രപ്രിയയുടെ വീടിന് സമീപത്തെ അയ്യപ്പ സേവാ സംഘം ദേശവിളക്കിൽ ചിത്രപ്രിയയും ഷിനിയും എത്തിയിരുന്നു. താലപ്പൊലിയിലും പങ്കെടുത്തു. 11 മണിയോടെ ഷിനി വീട്ടിലേക്ക് പോയി. ചിത്രപ്രിയ വീട്ടിലെത്തിയില്ല. ചിത്രപ്രിയയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ കാലടി പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചിത്രപ്രിയയെ കാണാതാകുന്നതിന് മുമ്പ് ഫോണിൽ സംസാരിച്ചവരാണ് ഇരുവരും. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്.